ഇവിടെ കമ്പനികൾ എന്താ ചെയ്യുന്നത്? 20,000 രൂപയ്ക്ക് ഒരു ഫോൺ ഇറക്കി കഴിഞ്ഞാൽ ഒറ്റ രാത്രി കൊണ്ട് 25,000 30,000 രൂപയായിട്ട് പ്രൈസ് കൂട്ടിക്കൊണ്ടിരിക്കുക. നാട്ടുകാരിന് ഈ കമ്പനികളെ തെറി പറയാൻ ബാക്കിയില്ല. ഒന്ന് ആലോചിച്ച് നോക്കി, 20,000 രൂപയ്ക്ക് ഇറങ്ങുന്ന ഫോണിൽ 4 GB റാം, LCD ഡിസ്പ്ലേ. ശരിയാണ്, നമ്മളെല്ലാവരും ഫ്രസ്ട്രേറ്റഡ് ആണ്. കാരണം ഈ കണക്കിന് പോയാൽ ഒരു സാധാരണക്കാരന് നല്ല ഫോൺ വാങ്ങാൻ പറ്റുക എന്നുള്ളത് തന്നെ അസാധ്യമായിട്ട് മാറും. എന്നാൽ എനിക്ക് നിങ്ങളോടൊരു കഥ പറയാനുണ്ട്. ഇന്നലത്തെ അല്ല, 13 കൊല്ലം മുന്നേ ഉള്ളൊരു കഥ. നോക്കിയ E71 ഞാൻ ഉപയോഗിച്ചിട്ടുള്ള ആദ്യത്തെ QWERTY കീപാഡുള്ള ഫോൺ. പണ്ട് വീട്ടിൽ അച്ഛന് മാത്രമേ ഫോൺ ഉണ്ടാവുള്ളൂ. അച്ഛൻ ജോലിക്ക് പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് അച്ഛൻ ഉപയോഗിച്ചിരുന്ന, അതിനുശേഷം നമുക്ക് കുറച്ച് നേരം ഗെയിം കളിക്കാനൊക്കെ കിട്ടിയിരുന്ന ഒരു ഫോണാണ്. ആ ഫോണിൻ്റെ വില എന്ന് പറയുന്നത് 2008 20,000 രൂപയായിരുന്നു. അതായത് ഇൻഫ്ലേഷൻ വെച്ച് നോക്കുവാണെങ്കിൽ ഇന്നത്തെ പ്രൈസ് ഏകദേശം 50-55,000 രൂപ. ഇതേ തന്നെയായിരുന്നു ഞാൻ പിന്നെ ഉപയോഗിച്ച നോക്കിയ N70. 1000 mAh പോലും ബാറ്ററിയില്ലാത്ത ആ ഫോൺ അന്നിറങ്ങിയത് 25,000 രൂപയാണ്, ഏകദേശം ഇന്നത്തെ 60,000 രൂപ. അങ്ങനെ ഇരിക്കുമ്പോഴാണ് 2013 ഒരു റെവല്യൂഷൻ വരുന്നത്. ആൻഡ്രോയിഡ് എത്തുന്നത്, സ്മാർട്ട് ഫോൺ എന്താണ് എന്ന് ആൾക്കാർ ആദ്യമായിട്ട് കാണുന്നത്. അന്ന് ഞാൻ വാങ്ങിയ എൻ്റെ ആദ്യത്തെ സ്മാർട്ട് ഫോൺ മൈക്രോമാക്സ് എന്ന് പറയുന്ന കമ്പനിയുടെ നിഞ്ച 3.5. അതിന് ഏകദേശം 4,000 രൂപയായിരുന്നു. ആ 4,000 രൂപയ്ക്ക് 256 MB റാമും 513 MB സ്റ്റോറേജും. കൈസ് ഒരു ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യണമെങ്കിൽ സെപ്പറേറ്റ് ആയിട്ട് മെമ്മറി കാർഡ് മേടിച്ച് അതിനകത്ത് വേണം ഇൻസ്റ്റാൾ ചെയ്യേണ്ട അവസ്ഥയായിരുന്നത്. അതിനുശേഷം പിന്നീട് സാധാരണക്കാർക്ക് വാങ്ങിക്കാൻ വരുന്ന ഫോൺ മൈക്രോമാക്സ് ആയിരുന്നു. അങ്ങനെ മൈക്രോമാക്സിന്റെ യുണൈറ്റ് 2 വാങ്ങി 7,000 രൂപയ്ക്ക് 1 GB റാം, 4 GB സ്റ്റോറേജ്, 1500 2,000 mAh ബാറ്ററി. പിന്നെ വല്ല വർഷം മാറി ഫോൺ മാറ്റി ലെനോവോ വൈബ് P1M 8,000 രൂപയ്ക്ക് 2 GB റാം, 16 GB സ്റ്റോറേജ്, 5,000 mAh ബാറ്ററി. പക്ഷെ പിന്നീട് ഞാൻ വീണ്ടും ലെനോവോയുടെ ഒരു ഫോൺ വാങ്ങി, ലെനോവോ K6 പവർ, 10,000 രൂപയ്ക്ക്. 10,000 രൂപയ്ക്ക് എനിക്ക് കിട്ടിയിരുന്നത് 3 GB റാം, 32 GB സ്റ്റോറേജ്. പക്ഷെ ദാറ്റ് വാസ് എ റിയലി അണ്ടർ റേറ്റഡ് സ്മാർട്ട് ഫോൺ. ആ സമയത്താണ് നമ്മുടെ ഓപ്പോയുടെയും വിവോയുടെയൊക്കെ എൻട്രി. അന്നും ഇതേമാതിരത്തെ സ്മാർട്ട് ഫോൺ റിവ്യൂസും കാര്യങ്ങളൊന്നും അധികം യൂട്യൂബൊന്നും ആരും കണ്ടു തുടങ്ങിയിട്ടില്ലാത്ത കാലമാണ്. അന്ന് ആ സമയത്ത് ഓപ്പോ F7 എന്ന് പറഞ്ഞ ഫോൺ 22,000 രൂപയ്ക്ക് ഇറക്കിയിരുന്നത് 4 GB റാമും അതേപോലെ 64 GB സ്റ്റോറേജിലുമാണ്. നോച്ചുള്ള ഐഫോൺ ഇറങ്ങിയപ്പോൾ എല്ലാ ആൻഡ്രോയിഡ് ഫോണുകളും നോച്ച് കോപ്പി ചെയ്ത് തുടങ്ങിയ ആ ഒരു കാലഘട്ടമാണ്. എന്നാൽ അതിലും എടുക്കാൻ വിവോ V9 എന്ന് പറഞ്ഞ ഫോൺ ഇറക്കി 24,000 23,000 രൂപയ്ക്ക്. അപ്പോൾ 2018 4 GB റാമും 64 GB സ്റ്റോറേജ് ഒക്കെ വെച്ചിട്ട് അത് 3,200 mAh ബാറ്ററി ഒക്കെ ആയിട്ട്. അപ്പോൾ അന്ന് 2018 20,000 രൂപയ്ക്ക് നമുക്ക് കിട്ടിക്കൊണ്ടിരുന്നത് 4 GB റാമും അതേപോലെ 64 GB സ്റ്റോറേജും ആയിരുന്നു അന്നത്തെ ഒരു കോമൺ ട്രെൻഡ്. പക്ഷേ ആ സമയത്ത് ഒരു വൈൽഡ് കാർഡ് എൻട്രി ആയിട്ട് കയറി വന്ന് മാർക്കറ്റിനെ തന്നെ കുലുക്കിയ ഒരാളാണ് നമ്മുടെ OnePlus. അവരുടെ OnePlus 1 എന്ന് പറഞ്ഞ ഫോണുണ്ട്. 25,000 അല്ല 24,000 രൂപയ്ക്ക് നിങ്ങൾക്ക് 3 GB റാമും 64 GB സ്റ്റോറേജ് ഉള്ള ഫോണിനകത്ത് സ്നാപ്ഡ്രാഗൺ 810 എന്ന് പറഞ്ഞ ഫ്ലാഗ്ഷിപ്പ് ലെവലിലുള്ള ചിപ്പ്, 3,200 mAh ബാറ്ററി, 13 MP ക്യാമറ, പക്ഷേ 4K വീഡിയോ റെക്കോർഡ് ചെയ്യാനായിട്ട് പറ്റും. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് നമ്മുടെ ചൈനക്കാരൻ ഷവോമി വെറുതെ ഇരിക്കുമോ? അവരിറക്കി MI A1 ആൻഡ്രോയിഡ് 1 ഇറങ്ങിയ ഫോണ് 15,000 രൂപയ്ക്ക്. അതേ 25,000 രൂപയ്ക്ക് വിവോ ഇറക്കിയ സ്നാപ്ഡ്രാഗൺ 625 ചിപ്സെറ്റോട് കൂടി 4 GB റാം, 64 GB സ്റ്റോറേജ്, 3000 mAh ബാറ്ററി, എന്തിന് ഡ്യുവൽ ക്യാമറ, അതും 2 12 MP ഒരു പ്രൈമറി വൈഡ് ക്യാമറ, ഒരു ടെലിഫോട്ടോ ക്യാമറ 2x ഉണ്ട്. അവിടെ ഷവോമിയുടെ സബ് ബ്രാൻഡ് ആയിട്ടുള്ള റെഡ്മി കയറി വരുന്നത് റെഡ്മി നോട്ട് 5 ആയിട്ട് ഏകദേശം 12,000 13,000 രൂപയ്ക്ക്. അതേ സ്നാപ്ഡ്രാഗൺ 625 ചിപ്സെറ്റ്, പക്ഷേ 4,000 mAh ബാറ്ററി, മെറ്റൽ ബിൽഡ്, 4 GB റാം ആൻഡ് 64 GB സ്റ്റോറേജ് ഒക്കെ ആയിട്ട് ഒരു കിടിലൻ കിണ്ണം കാച്ചി ഫോൺ. ആക്ച്വലി ആ ഫോൺ ഇപ്പോഴും എൻ്റെ കയ്യിലുണ്ട്. അതിൻ്റെ ഒരു വീഡിയോ ഞാനുണ്ട്, കാടി കൊടുക്കാം. അങ്ങനെ 15 രൂപയുടെ പ്രൈസ് റേഞ്ചിൽ 4 GB 64 GB ഒരു സ്റ്റാൻഡേർഡായി വന്ന സമയത്താണ് നമ്മൾ റിയൽമി 7 എന്ന് പറഞ്ഞൊരു ഫോൺ ഇറക്കിയിട്ട് 2020 14,999 രൂപയ്ക്ക് 6 GB റാമും 64 GB സ്റ്റോറേജ്, എന്നതിന് 17,000 രൂപയ്ക്ക് നിങ്ങൾക്ക് 8 GB റാമും 128 GB സ്റ്റോറേജുമായിട്ട് ഇറക്കി ഒരു തരംഗം തന്നെ സൃഷ്ടിച്ചു. എന്നാൽ പ്രീമിയം ബ്രാൻഡുകളായിട്ടുള്ള സാംസങ് ഒക്കെ ആ സമയത്ത് സാംസങ്ങിന്റെ M52 എന്ന് പറഞ്ഞൊരു ഫോൺ ഇറക്കി. ഏകദേശം 30,000 രൂപയ്ക്ക് താഴെ നിങ്ങൾക്ക് 6 GB റാം, 128 GB സ്റ്റോറേജ്, സ്നാപ്ഡ്രാഗൺ 778 AMOLED സൂപ്പർ AMOLED ഡിസ്പ്ലേ വിത്ത് പഞ്ച് ഹോൾ, സ്ലിം ആയിട്ടുള്ള ഫോൺ, 5,000 mAh ബാറ്ററി, 25 വാട്ടിന്റെ ഫാസ്റ്റ് ചാർജിങ്, 32 MP സെൽഫി ക്യാമറയോട് കൂടി ഒരു ഫോൺ 30,000 രൂപയ്ക്ക് താഴെ ഇറക്കി. സോ 2017 മുതൽ 2023 വരെയായിരുന്നു ഗോൾഡൻ പീരീഡ് ഒരു സ്മാർട്ട് ഫോൺ മേടിക്കാനായിട്ട്. കൊടുക്കുന്ന പൈസയ്ക്ക് നമുക്ക് ഇത്രയും മൂല്യമുള്ള ഫോണുകൾ വേറെ കിട്ടിക്കൊണ്ടിരുന്നില്ല. പക്ഷെ അന്നെല്ലാം നമ്മൾ ഓർക്കാത്തൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ആ സമയത്ത് ഈ സ്മാർട്ട് ഫോൺ ബ്രാൻഡുകളെല്ലാം മാർക്കറ്റ് ഷെയറിന് വേണ്ടി കോമ്പീറ്റ് ചെയ്യുകയായിരുന്നു. വളരെ ചെറിയ മാർജിൻ കിട്ടിയാൽ പോലും അവർക്ക് എങ്ങനെയെങ്കിലും മാക്സിമം ആൾക്കാരുടെ കയ്യിൽ സ്മാർട്ട് ഫോൺ എത്തിക്കണം, അവരുടെ ബ്രാൻഡിൻ്റെ സ്മാർട്ട് ഫോൺ എത്തിക്കണം, അവരുടെ ബ്രാൻഡിലേക്ക് ലോയൽറ്റി കൊണ്ടുവരണം എന്ന് പറഞ്ഞ് എത്ര കയ്യിൽ നിന്ന് പോയാലും നഷ്ടം വന്നാലും കുഴപ്പമില്ല എന്നുള്ള രീതിയിൽ കോമ്പറ്റേറ്റീവായിട്ട് ഫോണുകൾ ഇങ്ങനെ മാറ്റി ഇറക്കി ആൾക്കാരെ കൊണ്ട് വാങ്ങിപ്പിച്ച് അതിലേക്ക് ആ ഒരു മാർക്കറ്റ് ഷെയർ അങ്ങ് കൊണ്ടുവരുമായിരുന്നു ചെയ്തത്. അപ്പോൾ ആ സമയത്ത് സ്മാർട്ട് ഫോൺ ബ്രാൻഡുകൾ പെട്ടിരിക്കുമായിരുന്നു അവർക്ക് പ്രൈസ് കൂട്ടാൻ പറ്റാതെ.
കാരണം എന്താണെന്ന് വെച്ചാൽ ഇൻഫ്ലേഷൻ സ്വാഭാവികമായിട്ടും ഇന്ത്യയിൽ നടക്കുന്നുണ്ട് ഓരോ വർഷം കൂടുന്തോറും. പക്ഷേ ആ ഒരു ഇൻഫ്ലേഷൻ നടക്കുന്നുണ്ടെങ്കിലും ഫോണുകളുടെ പ്രൈസ് ഇൻഫ്ലേഷൻ ഒത്ത് പൊക്കിക്കഴിഞ്ഞാൽ അടുത്തൊരു ബ്രാൻഡ് വില കുറച്ച് ഫോൺ ഇറങ്ങിക്കഴിഞ്ഞാൽ അവരുടെ മാർക്കറ്റ് ഷെയർ പോവും എന്നുള്ളൊരവസ്ഥയിൽ ആ ഒരു പ്രൈസ് ഇങ്ങനെ സ്റ്റേബിളായിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. ചെറുതായിട്ട് കൂടി വരുമായിരുന്നു. ആ സമയത്താണ് OpenAI കൊണ്ടുപോയിട്ട് ട്വിറ്ററിൽ ഒരു ട്വീറ്റ് ഇട്ടത്. ആൻഡ് ആ ഒരു ട്വീറ്റാണ് മൊത്തം മാർക്കറ്റും തകിടം മറിച്ചത്. യെസ്, AI സ്റ്റാർട്ടായത്. അങ്ങനെ AI എന്ന് പറഞ്ഞ സാധനം കൂടി വരാൻ തുടങ്ങിയപ്പോൾ അതിനെ മെയിൻ സ്ട്രീം ആക്കാൻ വേണ്ടി ആൾക്കാർക്ക് കൂടുതൽ സ്റ്റോറേജ് വേണം, കൂടുതൽ റാം വേണം, കൂടുതൽ പ്രൊസസർ വേണം എന്നുള്ളതുകൊണ്ട് AI കമ്പനികളൊക്കെ വാങ്ങിക്കുന്നുണ്ട്. ഒബ്വിയസ്ലി സ്മാർട്ട് ഫോൺ കമ്പനികൾക്ക് അവരുടെ അവൈലബിലിറ്റി കുറഞ്ഞു തുടങ്ങി. എന്നാൽ AI മാത്രമാണോ കാരണം? യെസ്, AI പ്രധാനപ്പെട്ട കാരണമാണ്. അതിന് മുകളിൽ ചിപ്പുകളുടെ ഷോർട്ടേജ് ഒരിടയ്ക്ക് ഉണ്ടായതാണ് കോവിഡ് സമയത്ത്. ആ ഒരു ചിപ്പുകളുടെ ഷോർട്ടേജ് വീണ്ടും തുടങ്ങുകയും പുതിയ ചിപ്പുകളൊക്കെ ഡബിൾ റേറ്റിലാണ് തൊട്ട് വിൽക്കാൻ പോകുന്നതെന്ന് ചിപ്പ് മാനുഫാക്ചറിങ് കമ്പനികൾ പറയുകയും സൗത്ത് കൊറിയയിലൊക്കെ SK ഹൈനിക്സ് എന്ന് പറയുന്ന സെമി കണ്ടക്ടർ മാനുഫാക്ചറിങ് കമ്പനി ഏറ്റവും കൂടുതൽ വാല്യൂബിൾ ആയിട്ടുള്ള കമ്പനിയായിട്ട് മാറുകയും അതോടുകൂടി മെമ്മറി പ്രൈസുകൾ വർദ്ധിക്കുകയും കൂടാതെ ഇപ്പോൾ സ്മാർട്ട് ഫോൺ ബ്രാൻഡുകളെല്ലാം ലോങ് ടേം സപ്പോർട്ട് കൊടുക്കണം എന്നുള്ളതുകൊണ്ട് മിനിമം 5 വർഷത്തെ 4 വർഷത്തെ 7 വർഷത്തേക്ക് സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് കൊടുക്കണം എന്നുള്ളതുകൊണ്ട് മെയിൻ്റനൻസ് പീരീഡും കുറച്ചുകൂടി കൂടിയതുകൊണ്ട് ഇതിലെല്ലാം ഉപരി ഇൻഫ്ലേഷനും കൂടി ഒറ്റയടിക്ക് വന്നതുകൊണ്ട് നമ്മൾ കഴിഞ്ഞ 2023, 24, 25 കൂടി വരേണ്ട ആ ഒരു സ്മാർട്ട് ഫോൺ പ്രൈസ് ഹൈക്ക് എന്ന് പറയുന്നത് 25 വരെ എങ്ങനെയോ പിടിച്ചു നിന്ന് 26 ആയപ്പോൾ ഇനി സ്മാർട്ട് ഫോൺ കമ്പനികൾക്ക് ലാഭം ഉണ്ടാക്കണമെങ്കിൽ പ്രൈസ് കൂട്ടാതെ രക്ഷയില്ല എന്നുള്ള അവസ്ഥ വന്നപ്പോൾ പ്രൈസ് കൂട്ടാൻ പറ്റാത്ത പല കമ്പനികളും തമ്മിൽ മെർജ് ചെയ്ത് ഇപ്പോൾ ഓപ്പോൻ്റെ ആ ഒരു കളർ വോയിസ് തന്നെയാണ് ഇപ്പോൾ റിയൽമിയും അതേപോലെ OnePlus എല്ലാം കൂടി മിക്സ് ആക്കാൻ പോകുന്നത് എന്നുള്ള അവസ്ഥയിൽ നത്തിങ് എന്ന് പറയുന്ന ബഡിങ് ആയിട്ടുള്ള സ്മാർട്ട് ഫോൺ കമ്പനി ഇഷ്ടംപോലെ മാർക്കറ്റിൽ നിന്ന് ഷട്ട് ഡൗൺ ചെയ്യാൻ പോകുന്നതും പ്രൈസുകൾ കൂടിയത് കാരണം ലോവർ പ്രൈസ് റേഞ്ചുകളിൽ ഫോണുകൾ ഇറക്കാൻ പറ്റാത്ത അവസ്ഥയിലേക്കും ഫോൺ ബ്രാൻഡുകൾ വന്നിരിക്കുന്നത്. വിച്ച് മീൻസ് വി ആർ ബാക്ക് ടു 2013 അല്ലെങ്കിൽ 2014 ആ ഒരു കാലഘട്ടത്തേക്ക് വന്നു കഴിഞ്ഞു. അതായത് 20,000 രൂപയ്ക്ക് അന്ന് 4 GB റാമും അതേപോലെ 64 GB സ്റ്റോറേജും ആയിരുന്നു. അത് ഇന്നൊന്ന് മെച്ചപ്പെട്ട് 4 GB റാമും 128 GB സ്റ്റോറേജിലൊക്കെ മാറുന്ന പിന്നോട്ടുള്ളൊരു കാലഘട്ടത്തേക്ക് പോകാനായിട്ട് സാധ്യതയായത്. അപ്പോൾ ഇനി ഇതിനൊരു വ്യത്യാസം വരണം എന്നുണ്ടെങ്കിൽ മാർക്കറ്റിനെ ഡിസ്ട്രപ്റ്റ് ചെയ്യാനായിട്ട് പുതിയൊരു ബ്രാൻഡ് എൻ്റർ ചെയ്യണം. അല്ല എന്നുണ്ടെങ്കിൽ പുതിയ എന്തെങ്കിലും കാര്യം എൻട്രി ചെയ്യാനുള്ളൊരു എൻട്രി പോയിന്റ് ആയിരിക്കും. ബിക്കോസ് ദ ട്രെൻഡ് ഈസ് ലൈക്ക് ദാറ്റ്. പണ്ട് 2008 നോക്കിയ വന്ന് 25,000 രൂപയ്ക്ക് വന്ന സമയത്താണ് ആൻഡ്രോയിഡ് 6,000 രൂപയ്ക്ക് കയറി വന്നത്. ഇപ്പോൾ 6,000 രൂപയ്ക്ക് കയറി വന്ന ആൻഡ്രോയിഡ് ഒരു പീക്കിലെത്തി. അതിനുശേഷം വീണ്ടും ഇൻഫ്ലേഷൻ വന്നപ്പോൾ ഇനി വേറെ എന്തെങ്കിലും ഒരു സാധനം കയറി വരാനുള്ള അല്ലെങ്കിൽ ഒരു AI യുഗത്തിലേക്ക് AI ഫോണിലേക്ക് സ്മാർട്ട് ഫോൺ ആസ് എ സബ്സ്ക്രിപ്ഷൻ. ഇപ്പോൾ കണ്ടില്ലേ, നിങ്ങൾ ഗെയിമിംഗ് PC വാങ്ങിക്കേണ്ട ആവശ്യം പോലും ഇല്ല. NVIDIAയുടെ പുതിയ ആ ഒരു ഇൻട്രൊഡ്യൂസ് ചെയ്ത കാര്യം വെച്ച് നിങ്ങൾക്ക് ജസ്റ്റ് സൂപ്പർ കമ്പ്യൂട്ടർ നിങ്ങളുടെ സാധാ നല്ല ഇൻ്റർനെറ്റ് കണക്ഷൻ വെച്ചിട്ട് ഏത് ഫോണിലും കളിക്കാൻ പറ്റും, അല്ല ഏത് ലാപ്ടോപ്പിലും കളിക്കാൻ പറ്റും, ഗ്രാഫിക്സ് കാർഡൊന്നും മേടിക്കാതെ. ആ ഒരു രീതിക്ക് ഫോൺ എന്ന് പറയുന്നത് ജസ്റ്റ് ഒരു ഇൻ്റർനെറ്റിലേക്കുള്ള വേ പോയിൻറ്റും അതിനകത്ത് നമുക്ക് സ്പെസിഫിക്കേഷൻ എന്ന് പറഞ്ഞ് ചിന്തിക്കേണ്ട ആവശ്യമേ ഇല്ല. അതെല്ലാം ക്ലൗഡിലുണ്ട്. സബ്സ്ക്രിപ്ഷൻ ബേസ്ഡ് മോഡലിലേക്ക് പോകാനുള്ള ഒരു ചോദ്യചിഹ്നമാണോ ഇല്ലയോ എന്ന് ഒരു സംശയമുണ്ട്. എന്തായാലും ഇത്രയും പറയാനുള്ള എനിക്ക് നിങ്ങളുടെ ഫോൺ പൊട്ടിപ്പോയി അല്ലെങ്കിൽ നിങ്ങളുടെ ഫോൺ വളരെ മോശമായിട്ടുള്ള ബാറ്ററിയാണ്, നിങ്ങളുടെ ഫോൺ ഡിസ്പ്ലേ അടിച്ചു പോയി, അത് മാറ്റാനൊന്നും പറ്റില്ല, അല്ലെങ്കിൽ ദാരുണമായിട്ടുള്ള അവസ്ഥയിൽ ഇരിക്കുകയാണ്, എനിക്ക് ഇപ്പോൾ ഒരു ഫോണില്ലെങ്കിൽ മുന്നോട്ട് പോകില്ല എന്നുള്ളൊരു പ്രശ്നത്തിലാണെങ്കിൽ മാത്രം പോയിട്ട് പുതിയ ഫോൺ മേടിക്കുക. ഇല്ലെങ്കിൽ കഴിഞ്ഞ കൊല്ലം മേടിച്ച അതിന് മുന്നത്തെ കൊല്ലം മേടിച്ച ഫോണുകളൊക്കെ ഇന്നും ഒരു കുഴപ്പമില്ലാണ്ട് നല്ല രീതിയിൽ ഓടിക്കോളും. അപ്പോൾ അത്രേ ഉള്ളൂ. അടുത്ത വീഡിയോ കാണാം. ബൈ.